വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോളേജ് കഴിഞ്ഞിട്ടുള്ളൊരു റൊട്ടീനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. സോ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ബസ്സിൽ നല്ല സുഖമായിട്ട് ഇരുന്ന് പോവുകയാണ്. എൻ്റെ കൂടെ റിഫി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാന് ഉദിച്ച് വന്നു. രാവിലെ തന്നെ ഉണ്ട്, പക്ഷെ ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ പോവാ, ചിലപ്പോൾ പോകണ്ട, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ റിഫൊക്കെ കുറേ സ്പഞ്ച് സ്റ്റീക്ക് കഴിക്കണം എന്നുള്ളൊരു പൂതിയൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു സ്പഞ്ച് പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഞാനും റിഫി ഉണ്ടായിരുന്നു. നമുക്ക് വഴിയിൽ നിന്ന് ഒരാളെയും കൂടി നമ്മൾ കൂട്ടി നമ്മൾ നേരെ സ്പഞ്ച് പോയി. അങ്ങനെ ആയിന്ന് തന്നെ മെനു എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചു. ബുക്കൊന്നും ഞങ്ങൾ ഇത്ര പഠിക്കലുണ്ടാവില്ല, അതേ പോയി ഞങ്ങൾ മെനു ഇരുന്ന് പഠിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. സ്റ്റീക്കിൻ്റെ വില കണ്ടപ്പോൾ റിഫക്കത് ഓർഡർ ആക്കണ്ടെന്നായി. അങ്ങനെ ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ട് സ്നാപ്പ് എടുത്ത് ഇങ്ങനെ വെയിറ്റ് ആക്കി ഇരിക്കുകയാണ്. അങ്ങനെ ഇതാണ് റിഫിയും സിതാനൊക്കെ ഓർഡർ ചെയ്തത്, ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോത് കഴിക്കാൻ വേണ്ടിയിട്ട്, കൂടെ ഞാനും. അങ്ങനെ ഞാനത് കഴിച്ചു, നല്ല ഇഷ്ടമായി ഗൈസ്. ഇത് വൈറ്റ് സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരിന്ന് കഴിയിട്ട് വരികയാണ്. അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം എൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ ബർഗറാണ് ഓർഡർ ചെയ്തത്. ബർഗർ മേടിച്ചാൽ പിന്നെ മറ്റേ ചുണ്ടിലും കയ്യിലും ആക്കാതൊക്കെ തിന്നാൻ പറ്റണവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. ഞാൻ എന്തായാലും ചെറിയിലും കയ്യിലും എല്ലായിടത്തും ആക്കിയിട്ട് എനിക്ക് കഴിക്കാൻ അറിയുള്ളൂ, എല്ലാത്ത ടെക്നിക്കൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും കൂടി കൂടുതലായിട്ട് വീഡിയോ എടുത്താണ്. അങ്ങനെ റിഫ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് നേരെ ഒരു ബുക്ക് സ്റ്റാൾ പോകാനുണ്ടായിരുന്നു. ഒരു പേജ് കളർ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് തന്നെയുള്ള പ്രിൻറ്റിങ് ഷോപ്പ് പോയിട്ട് അത് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള പട്ടി ഷോ ഞങ്ങൾ കാണുന്നത്. അവൾക്ക് വാലൻറ്റൈൻ ഇല്ലാത്തതുകൊണ്ട് അവളവിടെ നിന്നുള്ള ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. എന്താ ചെയ്യുക, ഞങ്ങൾക്ക് വാലൻറ്റൈൻ ഇല്ല ഗൈസ്. ഇത് ഞങ്ങൾ ആ ഒരു ടൈമൊക്കെ ഒരു വാലൻറ്റൈൻസ് ഡേ ആ ടൈമൊക്കെയാണ് പോയിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് നമ്മളെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസം നമ്മൾ പോയിട്ട് കുറച്ച് ചെറിയ ചട്ടികളൊക്കെ മേടിച്ച് ചെയ്യുന്നു. കാക്ടസൊക്കെ ഇതിലേക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് അത് റെഡിയാക്കാമെന്ന്. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഊപ്പറ ചട്ടികളിലാണ് ഉമ്മ ഇങ്ങനെ എവിടുന്നേലൊക്കെ കിട്ടണ കാക്ടസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ച് ഈ കുഞ്ഞു സാധനത്തിനെ വളർത്തി വലുതാക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ പാത്രങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുതിയ ചട്ടിക്ക് മേടിച്ചെടുത്തുകൊണ്ട് ഉമ്മ അതൊക്കെ അയക്കാക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാത്രത്തിലൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം റൂമിൽ വന്ന് ഗൈസ്, നല്ല ടയേർഡൊക്കെ കഴിക്കണം. അങ്ങനെ റൂമിൽ വന്ന് നമ്മൾ കലാപരിപാടികൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മിററൊക്കെ ഏത് സൈഡിലാണ് ഇരിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷം പഠിക്കാനുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലിരുന്ന് പഠിക്കണ്ട, താഴത്ത് പോയിരുന്ന് പഠിക്കാമെന്ന്, എന്നാൽ ഒന്നും കൂടി പഠിക്കാനുള്ളൊരു ഇത് വരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ബോട്ടിൽ വറക്കൽ, അത് എൻ്റെ ഒരു ഇതാണ് ഗൈസ്. അങ്ങനെ ഞാൻ ബോട്ടിലൊക്കെ നിറച്ചത് നേരെ സിറ്റ് ഔട്ട് പോയിരുന്നിട്ട് അങ്ങോട്ട് അത് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇന്നെ തന്നെ നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാറായതുകൊണ്ട് ഞാനത് എന്തായാലും പഠിക്കണം കരുതി പോയിരുന്ന് പഠിച്ച്. അങ്ങനെ അതാണ് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിൽ പോയി. നമ്മൾ ബർഗറൊക്കെ തിന്ന ഒന്നാണല്ലോ. അപ്പോൾ കുറച്ച് ഒരു 10 മണി ഒക്കെ ആയപ്പോൾ ഇങ്ങനെ വിശക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കില്ല. അപ്പോൾ കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കുംബറിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു മധുരിക്കൽ ഉണ്ടായിരുന്നു എന്നൊരു ഇത്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാനും സ്കിപ്പിങ് കൂടി ഇങ്ങനെ കളിക്കും. ഞാൻ ഓനെങ്ങനെ കാട്ടും, അപ്പോൾ ഓനിങ്ങനെ കാട്ടും. ഞങ്ങൾ രണ്ടാളും ഒരു കണ്ണിന് ദൃഷ്ടിയിൽ കണ്ടാൽ തല്ലാണ്.
അങ്ങനെ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ ഇതാ ഈ സ്റ്റെയറിൻ്റെ ഇവിടെ ഇങ്ങനെ പർഗോളുണ്ട്. 7 കട്ടിങ്ങാണുള്ളത്. അപ്പോൾ നമ്മൾ 7 അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെടി മാത്രം സെറ്റ് ചെയ്താൽ പോലില്ല, വെള്ളം കൂടി നനച്ച് കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ ഫുള്ള് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് യൂണിഫോം വാഷിംഗ് മെഷീനിൽ ഇടാണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയിട്ട് ആ പരിപാടി അങ്ങോട്ട് കഴിച്ചു. കാരണം 10 മണിക്ക് ശേഷം നമുക്ക് വോൾട്ടേജ് ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിൻ്റെ വെച്ച് ഞാൻ നേരെ എഴുതാനിരുന്ന് നമുക്ക് ഇന്ന് ആ എഴുതുന്ന ദിവസം നമുക്ക് ലാസ്റ്റ് ഡേ, അതിൻ്റെ പിറ്റേ ദിവസം ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ എൻ്റെ ഉറക്കത്തിനൊക്കെ ഞാനവിടെ കിടത്തിയിട്ട് ഞാൻ അത് എഴുതായിരുന്നു. അതിൻ്റെ ശേഷം കുറച്ച് കൂടുതൽ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു അടക്കിപ്പറക്കി വെക്കൽ, അതിനാണല്ലേ ക്ലീനിങ്. നമ്മൾ നനച്ചുകുളി നോമ്പൊക്കെ അല്ലേ വരുന്നത്, അതോ അതിനും കൊണ്ട് സാധനങ്ങളൊക്കെ ഓരോ അതിൻ്റെ പെർമനൻറ്റ് സ്ഥലത്തു നിന്ന് എല്ലാ സാധനങ്ങളും അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസമായിട്ട് നമ്മൾ നനച്ചുള്ളി. അപ്പോൾ ഞാൻ മിററും കാര്യങ്ങളൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ടോട്ടലി ക്ലീനാക്കിയാലാണല്ലോ, അങ്ങനെ ഫുള്ള് അവിടെ നിന്ന് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഈ മിററിനെ പറ്റി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഗൈസ്, ഇത് മേടിച്ചതല്ല, അത് നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ ഇൻറ്റീരിയൽ വർക്കൊക്കെ എടുത്ത ആൾക്കാർ ചെയ്തതാണ്. നമ്മൾ എക്സ്ട്രാ മിറർ വാങ്ങിച്ചു കൊടുക്കുക. ബാക്കി നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ മോഡൽ പറഞ്ഞു കൊടുത്തു, ഉണ്ടാക്കി. പിന്നെ നമ്മളെ ഇവി ലിപ്സ് ഇതിനെ തന്നെയാണ് പറയണമെന്ന് തോന്നുന്നു, അതൊക്കെ നമ്മളാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ ചെടികളും ഞാൻ അവിടെ സെറ്റാക്കി. പിന്നെ പുതിയ 2 കാക്ടസും കൂടി നമ്മളെ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 2 ആൾക്കാർ. അത് എൻ്റെ ടേബിളിൻ്റെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു ടേബിളുണ്ട്, അതിമ വെക്കാൻ കരുതി. അങ്ങനെ അവിടെ എനിക്ക് റൂം ഫുള്ള് പച്ചപ്പാവണം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ ആഗ്രഹം. അപ്പം ഞാൻ അതിനോട് ഒറ്റയടിക്കാക്കാൻ പറ്റില്ല, അതിനും കൊണ്ട് ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സെറ്റാക്കാണ്. അതിൻ്റെ ശേഷം കിടന്ന് എഴുതിയപ്പോൾ എനിക്ക് ചടച്ച് ഗൈസ്. അപ്പോൾ ഞാൻ ആ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് എഴുതാമെന്ന് വിചാരിച്ചു. കിടന്ന് എഴുതിയാൽ ഞാൻ ഉറങ്ങിപ്പോവും, അതിനും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇരുന്ന് എഴുതൽ തുടങ്ങി. എന്നാലേ ഇപ്പോൾ ഇത് ഫുള്ളാവുള്ളൂ, എന്നാലേ നാളെ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം ഒരു 12:45 1 മണിക്കായപ്പോൾ എൻ്റെ ഉറക്ക് എന്നെ ശല്യപ്പെടുത്തി തുടങ്ങി ഗൈസ്. ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പോയി ഉറങ്ങാമെന്ന്. അങ്ങനെ നൈറ്റ് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകി. പിന്നെ നമ്മളെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫെർമെൻറ്റഡ് ഈ റൈസ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യും. കുറച്ച് ലിപ് ബാം ഇടും, പിന്നെ കുറച്ച് വെള്ളം കുടിക്കും. ഇതാണ് നമ്മളെ സ്കിൻ കെയർ ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കോളേജ് കഴിഞ്ഞ് വന്നിട്ടുള്ള റുട്ടീൻ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ടാറ്റാ.